വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 15-16 വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ആ വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമണ്ണുകളയും. ഇവിടെ നമ്മൾ ആരംഭത്തിൽ വായിക്കുന്നത് ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ചിന്തകൾ വാക്കുകളായും വാക്കുകൾ പ്രവൃത്തികളായും രൂപപ്പെട്ടു വരുന്നു. ഇവ മൂന്നിനെയും ഒരുപോലെ അറിയുന്നവനാണ് നമ്മുടെ ദൈവം. പ്രശംസയ്ക്കായിട്ട് ഒരു വാക്കും പറയുവാൻ ഇല്ലാത്ത സഭയാണ് ലവോദിക്ക സഭ. അതുകൊണ്ട് ശക്തമായ ആരോപണങ്ങൾ ഈ സഭയുടെ മേൽ ചൊരിയുന്നു. ശീതവാനോ ഉഷ്ണവാനോ അല്ല, ശീതോഷ്ണവാൻ ആണ്. പുതിയ നിയമത്തിൽ ഇവിടെ മാത്രമേ ഈ പ്രയോഗം നമ്മൾ കാണുന്നുള്ളൂ. ലവോദിക്ക പട്ടണത്തിന് സമീപത്തുള്ള ഹിരയാപൊലീസിൽ നിന്ന് പുറപ്പെടുന്ന ഉഷ്ണജലം, അതായത് ചൂടുവെള്ളം, കൊലോസിൽ നിന്ന് ശീതജലം, അതായത് തണുത്ത വെള്ളം നമ്മൾ ശേഖരിക്കുന്ന ഒരു ജലസംഭരണി ഈ പട്ടണത്തിൽ. തണുപ്പിൽ വിറയ്ക്കുന്ന ഒരു വ്യക്തിക്ക് ചൂടുവെള്ളം സുഖപ്രദമാണ്, അത് കുടിക്കാൻ കൊള്ളാം. അതുപോലെ തണുത്ത വെള്ളം നവോന്മേഷം നൽകുന്നു. ചൂടും തണുപ്പും കൂടിയ വാട്ടവെള്ളം ഛർദി ഉളവാക്കുന്നു. ചൂട് ഭക്ഷണവും തണുത്ത ഭക്ഷണവും വിശപ്പിനെ ആശ്വസിപ്പിക്കുന്നു. എന്നാൽ ഇവ രണ്ടുമല്ലാത്ത ഭക്ഷണം വയറുവേദനയും ഛർദിയും ഉളവാക്കുന്നു. ഒരേ സമയത്ത് യാക്കോവും ഏശാവും ആകരുത്. അകത്തുനിന്ന് വരുന്നത് യാക്കോബിൻ്റെ ശബ്ദം, പുറത്ത് ഏശാവിൻ്റെ പ്രകൃതി. അകത്ത് വിശ്വാസി, പുറത്ത് അവിശ്വാസി. ക്രിസ്തീയ സഭയിൽ 3 തരത്തിലുള്ള വിശ്വാസികൾ കുറഞ്ഞത് ഉണ്ട്. 1. ദൈവത്തിന് വേണ്ടി നിരന്തരം കത്തിക്കൊണ്ടിരിക്കുന്ന ഹൃദയമുള്ളവർ, ലൂക്കോസ് 24:32. 2. ദൈവസ്നേഹം തണുത്തുപോയവർ, മത്തായി സുവിശേഷം 24:12. 3. മന്ദോഷ്ണാവസ്ഥ, വെളിപ്പാട് 3:16. പാപിയാണെങ്കിൽ നരകത്തിലേക്ക് വിടാം, വിശുദ്ധനാണെങ്കിൽ സ്വർഗത്തിലേക്ക് അയക്കാം. പാപവും വിശുദ്ധിയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന അവസ്ഥ. തണുപ്പ് ചൂട് കൂടിയ ഒരു തരം വാട്ടവെള്ളവും ഒരുവനിലേക്ക് വന്നാൽ ഛർദി ഉളവാക്കുന്നത് പോലെ പാപപ്രകൃതിയും ദൈവഭക്തിയും ഒന്നിച്ച് കൊണ്ടു നടന്നാൽ ദൈവം കൈവിടും. പരിശുദ്ധനായ ദൈവം ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉമണ്ണു കളഞ്ഞതാണ്. 16-ാം വാക്യത്തിൽ തുപ്പിക്കളയുവാൻ പോകുന്നു എന്നത് വലിയ ശിക്ഷയുടെ മുന്നറിയിപ്പാണ്. കർത്താവിന് അറപ്പ് ഉളവാക്കുന്ന അവസ്ഥയാണ് ക്രിസ്ത്യാനിയുടെ മന്ദോഷ്ണാവസ്ഥ. ഇരമ്യാവ് 48:10 ക്രിസ്തീയ ശുശ്രൂഷ ഉന്മേഷത്തോടെ ചെയ്യണം. വാടിയ മുഖത്തോടെയോ ഉദാസീനതയോടെ മടിയോടെയോ അലക്ഷ്യത്തോടെയോ ചെയ്യരുത്. ഉദാഹരണത്തിന് ലൂക്കോസ് 19 വായിക്കുന്ന സക്കായി 19:6. യേശു സക്കായോട് വേഗം ഇറങ്ങി വാ. അയ്യോ, ഇന്ന് എൻ്റെ വീട്ടിലേക്കാണോ വരുന്നത്? ഇയാൾക്ക് വരുവാൻ വേറെ സ്ഥലമില്ലേ, വേറെ ടൈമില്ലേ ഒന്നൊന്നും ചിന്തിക്കാതെ സക്കായി ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടു. തൻ്റെ സമ്പാദ്യത്തിൻ്റെ പാതി ദരിദ്രർക്ക് കൊടുത്തുകൊള്ളാം. ചതിവായി വാങ്ങിയത് 4 മടങ്ങ് മടക്കി കൊടുക്കാം. യഥാർത്ഥ മാനസാന്തരമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഒരു അത്യുത്സാഹവും ഇവിടെ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. ആവർത്തനം 28:47-48 വാക്യങ്ങൾ. നാളെ നമുക്ക് വെളിപ്പാട് പുസ്തകം 3-ന്റെ 17-ാമത്തെ വാക്യം പഠനത്തിന് വിധേയമാക്കാം. സർവ്വകൃപാലുവായിരിക്കും ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. താങ്ക് യു.